We have already learned about some aspects of the rational numbers in the previous sessions. Here we are going to discuss about the rational numbers decimal expansion. Rational numberന്റെ decimal expansion ഏതൊക്കെ തരത്തിലാണ് ഉള്ളത് എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. If x is a rational number and its decimal expansion terminates. Decimal expansion terminate ചെയ്യുക എന്ന് പറഞ്ഞാൽ for example 0.0875. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് കഴിഞ്ഞാൽ ഈ ഡെസിമൽ എക്സ്പാൻഷൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഈ തരത്തിലുള്ള ഡെസിമൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. സോ ഇഫ് എക്സ് ഈസ് എ റാഷണൽ നമ്പർ ആൻഡ് ഇറ്റ്സ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ്സ്, any rational number can be represented as a fraction. So x also can be represented as p by q. Then q will be equal to 2 raised to n 5 raised to m, where n and m are non-negative integers. Non-negative integers എന്ന് പറഞ്ഞാൽ 0 and positive integers. So ഇവിടെ മൂന്ന് possibilities ഉണ്ട്. If n is 0, then 2 raised to 0 is 1 അല്ലേ. So 1 into 5 raised to m എന്നാകും. So the denominator q will be equal to 5 raised to m. Then the second possibility is if m is 0, then 5 raised to 0 will be 1. Then q will be equal to 2 raised to n. Then the third possibility is if n and m are positive integers, q will be equal to 2 raised to n 5 raised to m, right? So let's take an example. Let's take 0.0875. 0.0875 നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഡെസിമൽ പോയിന്റ് റിമൂവ് ചെയ്യണം. ഇവിടെ 4 പൊസിഷൻസ് ഉണ്ടല്ലേ. ഡെസിമൽ പോയിന്റിന് ശേഷം 4 പൊസിഷൻസ് ഉണ്ട്. സോ 1ന്റെ കൂടെ 4 zeros നമ്മൾ ആഡ് ചെയ്യും. സോ we will get 10,000. Then we will multiply this number with 10,000. But നമ്മൾ ഈ ഒരു നമ്പറിനെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ മാറുന്നുണ്ട് അല്ലെ. 0.0875ഉം 875ഉം രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. സോ ഈ നമ്പറിന്റെ ഡിനോമിനേറ്ററിനെയും 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ വാട്ട് ഈസ് ദ ഡിനോമിനേറ്റർ ഹിയർ? ഇറ്റ് വിൽ ബി 1 only, right? 0.0875 can be written as 0.0875 by 1, right? So we will multiply both numerator and denominator with the 10,000. We will get 875 divided by 10,000. Then 10,000 എന്ന് പറയുന്നത് 10 raised to 4 ആണ്. So we can write as 875 divided by 10 raised to 4. Now 875 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ് അല്ലെ. So according to fundamental law of arithmetic, a composite number can be represented as a product of prime numbers അല്ലെ. യൂണിക് പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഈ കോമ്പോസിറ്റ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. സോ 875നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ we will get 7 into 5 raised to 3. And 10 raised to 4നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ we will get 2 raised to 4 into 5 raised to 4. ഇതിൽ 5 ക്യൂബ് ന്യൂമറേറ്റർ ഉണ്ട്, 5 raised to 4 denominator സൈഡിലുണ്ട്. We can further reduce this. We will get 7 divided by 2 raised to 4 into 5. So x എന്ന് പറഞ്ഞിട്ട് ഒരു റാഷണൽ നമ്പർ അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 5ൽ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നമ്പറിനെ p by q എന്ന് പറഞ്ഞ ഒരു ഫ്രാക്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ വിൽ ബി ഓൾവേസ് എ പവർ ഓഫ് 2 raised to n into 5 raised to m അല്ലെ. സോ ഏത് നമ്പറിന്റെയും ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞത് 2 raised to n 5 raised to m എന്നായിരിക്കും, where n and m are non-negative integers, that is 0 and positive integers. ഇനി നമുക്ക് ഇതിനെ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കാം. ഒരു റാഷണൽ നമ്പറിനെ നമ്മൾ ഒരു ഫ്രാക്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. സോ ദ ഫ്രാക്ഷൻ വിൽ ബി ഫോർ എക്സാമ്പിൾ 3/8, that is 3/2 cube അല്ലെ. 3/2 cube എന്ന ഫ്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2 raised to n എന്ന ഫോർമാറ്റിലാണ് അല്ലെ. സോ നമുക്ക് ഇതിനെ 2 raised to n 5 raised to m എന്ന ഫോർമാറ്റിലോട്ട് മാറ്റാം ആദ്യം. സോ വാട്ട് വി വിൽ ഡു, we have to multiply both numerator and denominator with 5 raised to m. m എന്താണ്? നമുക്ക് ഇതിനെ 10 raised to 3 എന്നാണ് ആക്കി മാറ്റേണ്ടത് അല്ലെ. ഇവിടെ 2 raised to 3 ആണ്. സോ നമുക്ക് ഇതിനെ 10 raised to 3 എന്ന ഫോർമാറ്റിലോട്ട് മാറ്റണം. 10 raised to 3 എന്ന ഫോർമാറ്റിലോട്ട് മാറ്റണമെങ്കിൽ 5ന്റെ പവർ എന്ന് പറയുന്നതും 3 ആയിരിക്കണം അല്ലെ.
സെയിം പവർ ഉള്ള രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ റിസൾട്ടിന്റെ പവർ എന്നത് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സിന്റെ പവർ ആയിരിക്കും അല്ലെ? സോ വി വിൽ മൾട്ടിപ്ലൈ 3 by 2 cube with 5 cube by 5 cube അല്ലെ? സോ 3 by 2 cube is equal to 3 into 5 cube divided by 2 cube into 5 cube. So that will be 5 cube is 125 into 3 is 375 divided by 10 cube അല്ലെ? 375 by 10 cube എന്ന് പറഞ്ഞത് 375 by 1000 ആണ് അല്ലെ? സോ നമുക്ക് ഇതിനെ ഡെസിമൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ 3 zeros ഉണ്ട്. So we will put the decimal point after 3 zeros from the right അല്ലെ? 573. So that will be 0.375 അല്ലെ? So നമ്മൾ ഇവിടെ എന്ത് കണ്ടു? If x is a rational number and can be represented as p by q and q is equal to 2 raised to n 5 raised to m where n and m are non-negative integers, that is q will be equal to 2 raised to n or 5 raised to m or 2 raised to n into 5 raised to m അല്ലെ? 3 പോസിബിലിറ്റീസ് ഉണ്ട്. എക്സിനെ അങ്ങനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ then എക്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ വിൽ ഓൾവേസ് ടെർമിനേറ്റ് അല്ലെ? ഇവിടെ കണ്ട പോലെ 3 by 2 cube എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2 raised to n ആണ് അല്ലെ? ഇതിനെ ഒരു ഡെസിമൽ ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ വിൽ ഓൾവേസ് ടെർമിനേറ്റ് റൈറ്റ്? നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പറഞ്ഞു എന്നുള്ളൂ. രണ്ടും സെയിം തിയറി ആണ്. വാട്ട് ഇഫ് എ റാഷണൽ നമ്പേഴ്സ് ഡിനോമിനേറ്റർ ഈസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് 2 raised to n 5 raised to m? നമുക്ക് 1/7 ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നമുക്ക് 1നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 1/7 the normal long division. 7 1ൽ പോകില്ല. So we have to put a decimal point and we have to put a 0 after 1. Then 10/7 is 1. 1 into 7 is 7. Then 10 minus 7 is 3. Again we have to put 0. 30/7 is 4. 4 into 7 is 28. Then we will get 30 minus 28 is 2, right? It will keep on going and we will reach in a position that 50 7 times പോകും. 7 into 7 is 49. 50 minus 49 is equal to 1, right? We are back to square 1 അല്ലെ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 1നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. And after this many steps നമുക്ക് വീണ്ടും 1 കിട്ടി, 1/7 കിട്ടി അല്ലെ? So 1/7 will be 0 add ചെയ്യണം. 10/7 is 1. 1 into 7 is 7. Then we will get 10 minus 7 as 3. Here also it's 3. So it will repeat, right? So 1 4 2 8 5 7 7 എത്തിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും 1 4 2 8 5 7 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകും അല്ലെ? So we can write that 1/7 is equal to 0.142857. It keeps on going, right? So in this decimal fraction the decimal point does not terminate, right? ഇതിന്റെ ഡെസിമൽ ഫ്രാക്ഷൻ ടെർമിനേറ്റ് ചെയ്യുന്നില്ല, ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്, സ്റ്റോപ്പ് ചെയ്യുന്നില്ല അല്ലെ? So in this case if x is a rational number and can be represented as p by q and if the denominator q is not equal to 2 raised to n 5 raised to m where n and m are non-negative integers, then the decimal expansion of x is non-terminating repeating, right? It doesn't stop and it's repeating. It can be called as recurring. So there are two types of decimal expansion for a rational number. One is terminating and the second one is non-terminating repeating or recurring. Without actually performing the long division, state whether the following rational numbers will have a terminating decimal expansion or a non-terminating repeating decimal expansion. കുറച്ച് റാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കുമോ അതോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കുമോ എന്ന് കണ്ടുപിടിക്കാനാണ് വിത്തൗട്ട് പെർഫോമിംഗ് ദ ലോങ് ഡിവിഷൻ. ഫസ്റ്റ് നമ്പർ ഈസ് 13 divided by 3125. ഒരു റാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആകണമെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ എന്നത് 2 raised to n 5 raised to m എന്ന ഫോമാറ്റിലായിരിക്കണം അല്ലെ? That means denominatorന്റെ prime factors either 2 or 5 or both 2 and 5 അങ്ങനെ ആയിരിക്കണം അല്ലെ? Here 13 divided by 3125
3125 is equal to 5 raised to 5. So 5 raised to 5 എന്ന് പറയുന്നത് 5 raised to n അല്ലേ? That means 5 ആണ് ഇതിന്റെ prime factor. So the decimal expansion of 13 divided by 3125 is a terminating one, right? It's a terminating decimal expansion. And next number is 17 by 8. ഇതിന്റെ denominator 8 ആണ്. 8 എന്നത് 2 cube ആണ് നമുക്കറിയാം അല്ലേ? So ഇതിന്റെ ഫ്രാക്ഷനും 2 ആണ് അല്ലേ? ഡിനോമിനേറ്ററിന്റെ ഫ്രാക്ഷൻ either 2 or 5 or both അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ decimal expansion will be terminating. So this also a terminating decimal expansion. Let's check 29 divided by 343. 343 യുടെ prime factorization എന്ന് പറയുന്നത് 7 raised to 3 ആണ് അല്ലേ? 7 cube. Here ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ prime factors എന്ന് പറയുന്നത് 2 5 അല്ല 7 ആണ്. So ഇതിന്റെ decimal expansion non terminating repeating ആയിരിക്കും. 23 by 2 cube 5 square. ഈ ഫ്രാക്ഷനിൽ ഓൾറെഡി ഇതിന്റെ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്. That have only 2 and 5 as factors. So this is also a terminating decimal expansion. 23 divided by 2 raised to 3, 5 raised to 2, 7 raised to 5. ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ ഫാക്ടേഴ്സിൽ 2 ഉണ്ട് 5 ഉണ്ട്. But it has a 7 too, right? ഒരു ഫ്രാക്ഷന്റെ അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആകണമെങ്കിൽ it should have a denominator whose factors are only 2 and 5. Here ഒരു 7 കൂടിയുണ്ട്. Therefore, the decimal expansion of 23 by 2 raised to 3, 5 square, 7 raised to 5 is non-terminating repeating. Express each number as a product of its prime factors. The first number is 5005 and the second number is 140. ഈ 2 നമ്പേഴ്സിനെ നമുക്ക് prime factorize ചെയ്തിട്ട് prime numberന്റെ product ആയിട്ട് നമുക്ക് express ചെയ്യണം. First we will take 5005 and we will do the prime factorization. So 5005 ലെ smallest prime number ആയ 2 divide ആവില്ല because 5005 is an odd number. The smallest prime number that can divide 5005 is 5, right? So 5005 divided by 5 is equal to 1001. 1001 ലെ divide ആവുന്ന smallest prime number എന്ന് പറഞ്ഞാൽ 7 ആണ്. So 1001 divided by 7 is equal to 143. 143 ലെ divide ആകുന്ന smallest prime number 11 ആണ്. So 143 divided by 11 is equal to 13. 13 itself is a prime number. So 5005 can be represented as 5 into 7 into 11 into 13. The next number is 140. 140 ലെ 2 divide ആകും. So 140 divided by 2 is 70. 70 by 2 is 35. 35 ലെ divide ആകുന്ന smallest prime number 5 ആണ്. So 35 by 5 is 7. 7 itself is a prime number. So 140 is equal to 2 into 2 into 5 into 7, right? That is equal to 2 square into 5 into 7.